ആമേൻ, ആമേൻ. ഈ വായിച്ചതായിരിക്കുന്ന ദൈവവചനത്തിൽ കൂടെ എസ്തേർ ഉപവസിച്ച് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി തനിക്ക് ലഭിച്ചതായിരിക്കുന്ന നന്മകളെ കുറിച്ചാണ് നാം ചിന്തിപ്പാനായിട്ട് പോകുന്നത്. എന്നാൽ അതിനു മുൻപായിട്ട് ഈ പുസ്തകത്തെ സംബന്ധിച്ചുള്ള ചില കാര്യങ്ങൾ ഓർപ്പിക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. എസ്തേർ എന്നുള്ളതായിരിക്കുന്ന ആ പേര് പേർഷ്യൻ നാമമാണ്. പേർഷ്യൻ നാമം. അതിന്റെ എബ്രായ നാമം ഹദസ എന്നുള്ളതാണ്. അതിന്റെ അർത്ഥം നക്ഷത്രം എന്നാണ്. ഈ പുസ്തകം മൊർദെഖായി എഴുതിയതാണെന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ട്. BC 464 ശേഷം എഴുതപ്പെട്ടതായ ഒരു ഗ്രന്ഥമാണ് എസ്തേറിന്റെ പുസ്തകം. ഈ ഗ്രന്ഥത്തെ പറ്റി ഒരു പ്രത്യേക കാര്യം പറയാനുള്ളത്, ബാബേലിലേക്ക് അടിമകളായി നെബൂഖദ്നേസർ രാജാവിന്റെ കാലത്ത് കടന്നു വന്ന അനേക പ്രിയപ്പെട്ടവർ 70 വർഷം കഴിഞ്ഞ് ഒരു 3 കാലഘട്ടങ്ങളിലായിട്ട് യെരൂശലേമിലേക്ക് മടങ്ങിപ്പോകുവാനായിട്ടിടയാണ്. എന്നാൽ ബാബേലിൽ നിന്ന് യെരൂശലേമിലേക്ക് മടങ്ങിപ്പോകാത്ത ഒരു കൂട്ടം യഹൂദന്മാര് ബാബേലിൽ തന്നെ ഉണ്ടായിരുന്നു. അവരെ സംബന്ധിച്ചുള്ളതായിരിക്കുന്ന വിവരങ്ങളൊക്കെയാണ് ഈ പുസ്തകത്തിൽ നിന്ന് ലഭിക്കുന്നത് എന്നുള്ളത് ഈ ഗ്രന്ഥത്തെ പറ്റിയുള്ളതായിരിക്കുന്ന ഒരു പ്രത്യേകതയാണ്. ഈ പുസ്തകത്തെ 2 ഭാഗങ്ങളായിട്ട് നാം തിരിച്ചു പഠിച്ചാൽ 1 മുതൽ 4 വരെയുള്ളതായിരിക്കുന്ന അധ്യായങ്ങൾ യഹൂദന്മാരുടെ നേരെ ഉയർന്നതായ ഭീഷണിയെ സംബന്ധിച്ചുള്ളതായിരിക്കുന്ന കാര്യങ്ങളാണ്. എന്നാൽ 5 മുതൽ 10 വരെയുള്ളതായിരിക്കുന്ന അധ്യായങ്ങൾ ശ്രദ്ധിച്ചാൽ യഹൂദന്മാര് നേടിയതായിരിക്കുന്ന ജയം എന്നുള്ളതാണ് ആ അധ്യായത്തിലെ വിഷയങ്ങൾ. ഈ പുസ്തകം നമ്മൾ വായിച്ചാൽ യാദൃച്ഛികം എന്ന് തോന്നുന്ന അനേക സംഭവങ്ങൾ ഈ പുസ്തകത്തിന്റെ ഒരു പ്രത്യേകതയാണ്. മിക്കവാറും എല്ലാവരും ഈ പുസ്തകം വായിച്ചിട്ടുള്ളവരാണല്ലോ. യാദൃച്ഛികമാണ് എന്ന് തോന്നുന്ന അനേക കാര്യങ്ങൾ ഈ പുസ്തകത്തിൽ സംഭവിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അത് ഈ പുസ്തകത്തിന്റെ ഒരു പ്രത്യേകതയാണ്. അതെന്തൊക്കെയാണെന്ന് ഞാൻ ചില കാര്യങ്ങൾ പറയാം. രാജ്ഞി സ്ഥാനഭ്രഷ്ടയായി തീരുന്നു എന്നുള്ളത് ഈ പുസ്തകത്തിൽ യാദൃച്ഛികമായി തോന്നുന്ന ഒരു വിഷയമാണ്. വസ്തി രാജ്ഞി സ്ഥാനഭ്രഷ്ടയായി തീരുന്നു. അടുത്തത്, ആ സ്ഥാനത്തേക്ക് യഹൂദ യുവതിയായിരിക്കുന്ന എസ്തേറിനെ തെരഞ്ഞെടുക്കുന്നു. അതോടുള്ള ബന്ധത്തിൽ വീണ്ടും ചിന്തിച്ചാൽ ഒരു രാത്രി രാജാവിന് ഉറക്കം നഷ്ടപ്പെടുന്നു. ഇതൊക്കെ യാദൃച്ഛികമായിട്ട് നമുക്ക് തോന്നാം. നല്ല ബെഡില്ലാഞ്ഞിട്ടോ മറ്റു സൗകര്യങ്ങളൊന്നും ഇല്ലാഞ്ഞിട്ടോ അല്ല ഉറക്കം വരാത്തത്. പക്ഷെ ഉറക്കം നഷ്ടപ്പെട്ടു പോയി. അത് യാദൃച്ഛികമായിട്ടുള്ള മറ്റൊരു കാര്യമാണ്.
ആ ഉറക്കം നഷ്ടപ്പെട്ട രാത്രിയിൽ രാജാവ് എന്ത് ചെയ്യുന്നു? ദിനവൃത്താന്ത പുസ്തകം എഴുതി വച്ചിരിക്കുന്ന ഡയറി വായിക്കുന്നു. അത് യാദൃച്ഛികമാണ്. അങ്ങനെ വായിച്ചു വന്ന സമയത്ത് യാദൃച്ഛികമായിട്ട് രാജാവിന് ഒരു കാര്യം മനസ്സിലായി. രാജാവിനെ ശത്രുവിന്റെ കയ്യിൽ നിന്ന് വിടുവിക്കുവാനായിട്ട് സഹായിച്ചതായിരിക്കുന്ന മൊർദെഖായിയെ സംബന്ധിച്ചുള്ള വിഷയം രാജാവ് വായിക്കുന്നു. അതേ അവസരത്തിൽ തന്നെ മൊർദെഖായിക്ക് എതിരായി തീർന്നിരിക്കുന്ന ഹാമാൻ അവിടെ പുറത്തു വന്ന് നിൽക്കുന്നു. ഞാനീ പറഞ്ഞതൊക്കെ യാദൃച്ഛികമാണെന്ന് മാനുഷിക ബുദ്ധിയിൽ തോന്നും കേട്ടോ. പക്ഷെ ഇന്ന് രാത്രി ദൈവമക്കളോട് ഞാനൊരു കാര്യം പറയാം. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ യാദൃച്ഛികമായി പല കാര്യങ്ങൾ സംഭവിക്കുന്നുവെന്ന് തോന്നിയാലും ഒരു കാര്യം ഇന്ന് രാത്രി ദൈവമക്കൾ ഓർക്കണം, അത് യാദൃച്ഛികമല്ല. അതിന്റെ പുറകിൽ ദൈവത്തിന് വലിയ പദ്ധതികളുണ്ട് എന്ന് നാം എല്ലാവരും ഓർക്കേണ്ടതാണ്. നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തിന്റെ ഏടുകളിലേക്കൊന്ന് ദൃഷ്ടി പതിപ്പിച്ചാൽ ഞാൻ പറഞ്ഞതായിരിക്കുന്ന എത്രയോ സംഗതികൾ സത്യമാകുന്നു എന്ന് നമുക്കിന്ന് രാത്രി മനസ്സിലാക്കാൻ കഴിയും. നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും യാദൃച്ഛികമായി സംഭവിച്ചതാണെന്ന് തോന്നിയില്ലേ? പക്ഷേ അതിലൂടെ ദൈവത്തിന്റെ അനേകം വൻ പദ്ധതികൾ കഴിഞ്ഞ നാളുകളിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് എത്രയോ സത്യമായിരിക്കുന്ന കാര്യങ്ങളാണ്. ഈ പുസ്തകത്തിന് മാത്രമുള്ള മറ്റു ചില പ്രത്യേകതകളൂടെ പറഞ്ഞിട്ട് നമുക്ക് പെട്ടെന്ന് മുൻപോട്ട് നീങ്ങാം. നാം വസിക്കുന്ന ഇന്ത്യയെ സംബന്ധിച്ച് വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ഏക പുസ്തകമാണ് എസ്തേറിന്റെ പുസ്തകം. അതുപോലെ ദൈവം എന്ന് ഒരു നാമമില്ലാത്ത പുസ്തകമാണ് എസ്തേറിന്റെ പുസ്തകം. ഇതൊക്കെ ഈ പുസ്തകത്തിന്റെ മറ്റു ചില പ്രത്യേകതകളും കൂടിയാണ്. ഈ പുസ്തകത്തിൽ മൊർദെഖായിക്ക് എതിരായി നിൽക്കുന്ന ഒരു ദൈവ പൈതലിന് എതിരായി നിൽക്കുന്ന ഒരു വ്യക്തിയെ നമുക്ക് ഇതിനകത്ത് വ്യക്തമായി കാണാൻ കഴിയും. അതാരാണ് നമുക്കറിയാം. ആരാണ്? ഹാമാൻ എന്ന് പറയുന്നതായ വ്യക്തിയാണ്. അമാലേക്യ രാജാവായ ആഗാഗിന്റെ വംശപാരമ്പര്യത്തിൽ പെട്ടവനായ ഒരു വ്യക്തിയാണ് ആര്? ഈ ഹാമാൻ. ഇനി മൊർദെഖായിയെ പറ്റി ഒരു ചെറിയ വിവരണം പറഞ്ഞാൽ, ബെന്യാമിൻ ഗോത്രക്കാരനായ കീഷിന്റെ വംശപാരമ്പര്യത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ് ആര്? മൊർദെഖായി. ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതായ സംഭവങ്ങൾ നടക്കുമ്പോൾ മൊർദെഖായി എന്ന് പറയുന്നതായിരിക്കുന്ന ഈ ഭക്തന് ഏകദേശം 120 വയസ്സോളം പ്രായമുണ്ട് എന്നാണ് വേദപണ്ഡിതന്മാരുടെ അഭിപ്രായം. അതേ സമയത്ത് എസ്തേറിന്റെ പ്രായം ഏതാണ്ട് 20-25 വയസ്സിനും ഇടയ്ക്കുള്ള പ്രായമാണ് എന്നാണ് വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. നാം വായിച്ചതായിരിക്കുന്ന വേദഭാഗത്തേക്ക് വരുന്നതിന് മുൻപ് ഞാന് ഈ പുസ്തകത്തെ സംബന്ധിച്ചും ചില വ്യക്തികളെ സംബന്ധിച്ചൊക്കെ പ്രാരംഭമായി ചില കാര്യങ്ങൾ ഓർപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. നാം വായിച്ച വാക്യത്തിലേക്ക് നാം കടന്നു വന്നാൽ, മൊർദെഖായിയുടെ സ്വന്തം ജനമായിരിക്കുന്ന യഹൂദ ജനം അഥവാ ദൈവത്തിന്റെ ജനം, ദൈവത്തിന്റെ സമ്പത്തായിരിക്കുന്ന ദൈവം തെരഞ്ഞെടുത്തതായ ജനം, അഥവാ അബ്രഹാമിൽ കൂടെ ലോകത്തിൽ ഒരു ജനതതി ഉണ്ടായ ആ ജനം
ശ്രദ്ധിക്കണം, ഒരു വലിയ പ്രതിസന്ധിയെ ഇപ്പോൾ എന്ത് ചെയ്യുകയാണ്? അഭിമുഖീകരിക്കുകയാണ്. ഒരു വിധത്തിലും അതിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ളതായിരിക്കുന്ന യാതൊരു മാർഗവുമില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇന്ന് രാത്രി ഞാനൊരു കാര്യം പറയാം. ദൈവജനം കടന്നു പോകുന്ന ഏത് പ്രതിസന്ധി ആയിരുന്നാലും ഒരു കാര്യം ഇന്ന് രാത്രി ഉറപ്പിച്ചും തറപ്പിച്ചും പറയാം. ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലേ, നിന്നെ വിടുവിപ്പാൻ എന്റെ ദൈവം ശക്തനാണ്. കർത്താവ് മതിയായ ദൈവമാണ്. കഴിഞ്ഞ നാളുകളിൽ ഉപവാസത്തിന്റെയും പ്രാർത്ഥനയുടെയും ആ മഹാശക്തി എന്തെന്ന് അറിഞ്ഞ ഒരു കൂട്ടം ജനമാണ് എന്നെ ഇന്ന് രാത്രി ശ്രദ്ധിക്കുന്നത് എനിക്കറിയാം. എന്നാൽ നിങ്ങളോട് ഇന്ന് രാത്രി വീണ്ടും പറയുവാൻ ദൈവാത്മാവ് എന്നെ ഈ വചനം ഓർപ്പിച്ചതിന് ചില കാരണങ്ങൾ കാണാം. ഒരുപക്ഷെ ഇന്ന് രാത്രിയിലും എന്നെ കേൾക്കുന്ന ചില പ്രിയപ്പെട്ടവർ ചില പ്രതിസന്ധി അഭിമുഖീകരിക്കുന്ന വ്യക്തിയായിരിക്കാം. ഒരിക്കലും നിരാശപ്പെടരുത്, തളർന്നു പോകരുത്, അവിശ്വസിക്കരുത്. ഉപവസിച്ച് പ്രാർത്ഥിച്ചാൽ ദൈവം വിടുവിക്കുന്ന ദൈവമാണെന്ന് ഇന്ന് രാത്രി ഒന്നുകൂടെ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പ്രസ്താവിപ്പാനാണ് ഈ വചനം ഇന്ന് രാത്രി ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. രാജാവിന്റെ മുദ്രാമോതിരം ഊരി ഹാമാൻ യഹൂദന്മാർക്ക് വിരോധമായി എഴുതി വച്ചിരിക്കുന്ന രേഖയിൽ അതിനകത്ത് മുദ്ര വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം ഓർത്തുകൊള്ളണം, അതിൽ നിന്ന് വിടുവിപ്പാൻ മറ്റാർക്കും കഴിയത്തില്ല. എന്താണ് യഹൂദന്മാർ അനുഭവിക്കുന്ന പ്രതിസന്ധി എന്ന് നമുക്കറിയാം. അവരെ ഹാമാൻ ലോകത്ത് നിന്ന് തുടച്ചു നീക്കുവാനായിട്ടുള്ള ഒരു തീരുമാനത്തിന്റെ വെളിച്ചത്തിലാണ് ഈ രേഖ അവിടെ എഴുതിയിരിക്കുന്നത്. എന്നാൽ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ദൈവത്തിന്റെ ഹൃദയത്തിൽ വലിയ ഉദ്ദേശങ്ങളും പ്ലാനുകളും ദൈവം തീരുമാനിച്ച് അബ്രഹാമിൽ കൂടെ ഒരു ജനതയെ ദൈവം ലോകത്തിൽ ഉളവാക്കിയെങ്കിൽ ആ ദൈവം തീരുമാനിച്ചിരിക്കുന്ന ഉദ്ദേശങ്ങളെ മറികടക്കുവാൻ ലോകത്തിലെ ഒരു ശക്തിക്കും കഴിയത്തില്ല എന്നുള്ള ഒരു വലിയ പാഠമാണ് ഇന്ന് രാത്രി ഈ വേദഭാഗത്തിൽ കൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. നമ്മുടെ ദൈവം നമ്മെക്കുറിച്ച് ഉദ്ദേശിച്ചിരിക്കുന്ന ഒരു പ്ലാനും പദ്ധതി ഉണ്ടെങ്കിൽ, എന്നോടും നിങ്ങളോടും ദൈവത്തിന് വാഗ്ദത്തങ്ങളുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഓർത്തുകൊള്ളണം, ലോകത്തിലെ ഒരു വ്യക്തിക്കോ ഒരു ശക്തിക്കോ അതിനെ തടസ്സം ചെയ്യുവാൻ കഴിയത്തില്ല. കാരണം നമ്മുടെ ദൈവം സർവശക്തനായ ദൈവമായി നമ്മോട് കൂടെയുണ്ട്. ആമേൻ, ഹല്ലേലൂയ. ഹാമാൻ പദ്ധതി ഇട്ടത് എന്താണെന്നറിയാമോ? മൊർദെഖായിയുടെ സകല ജനത്തെയും യഹൂദന്മാരെയും കൊന്നുമുടിക്കണം. മാത്രമല്ല, മൊർദെഖായിയെ താൻ ഉണ്ടാക്കിയതായ കഴുമരത്തിൽ തൂക്കിക്കൊല്ലണം. നോക്കണേ, ദൈവജനത്തിന് ദൈവ പൈതലിന് വിരോധമായിട്ട് ശത്രു ഒരുക്കുന്നതായിരിക്കുന്ന കെണികൾ എത്ര വലിയതാണെന്ന് ഓർത്തു നോക്കിക്കേ. അവന്റെ നാശം കണ്ട് സന്തോഷിപ്പാൻ, മൊർദെഖായിയുടെ നാശം കണ്ട് ജയമാർപ്പിടുവാൻ ആഗ്രഹിക്കുന്ന ഹാമാനെ, നിന്റെ പദ്ധതികൾ തകരുവല്ലാതെ നിന്റെ പദ്ധതികൾ ജയിക്കുവാൻ എന്റെ ദൈവം സമ്മതിക്കുന്ന ദൈവമല്ല. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവദാസന്മാരോട്, എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ഇന്ന് രാത്രി ഞാൻ ദൈവാത്മാവിന്റെ ശക്തിയാൽ വിളിച്ചു പറയട്ടെ, നമ്മെ കുറിച്ച് ദൈവം പ്ലാൻ ചെയ്തിരിക്കുന്ന പദ്ധതിയിൽ തകർത്ത് കളയുവാൻ തക്കവണ്ണം
ഒരു ശത്രുവിനെയും ദൈവം അനുവദിക്കുന്ന ദൈവമല്ല എന്ന് ഇന്ന് രാത്രി ഓർത്ത് നമുക്ക് ദൈവത്തിന് മഹത്വം കൊടുക്കാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എസ്തേറിന് ഉപവസിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. കാരണം ഇത് അവളെ ബാധിക്കുന്ന വിഷയമേ അല്ല. അവള് രാജസന്നിധിയിൽ ഒരു രാജ്ഞിയായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. അവളുടെ സ്വജാതിയായിരിക്കുന്ന യഹൂദന്മാര് മുഴുവനും ലോകത്തിൽ നശിച്ചു പോയാലും അവള് നശിക്കത്തില്ലെന്ന് അവൾക്ക് നന്നായിട്ട് അറിയാം, അല്ലേ? എങ്കിലും ഒരു കാര്യം അവൾ ചെയ്തു. തന്റെ സ്വജനത്തിന് വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിപ്പാൻ അവൾ തീരുമാനിച്ചിരിക്കുകയാണ്. ആ വിവരം മൊർദെഖായിയെ അവൾ അറിയിക്കുന്നതായിട്ട് കാണുവാൻ കഴിയും. ഇന്ന് രാത്രി നാം ദൈവസ്ഥാനിൽ ഉപവസിക്കുന്ന ഉപവാസത്തിന്റെ ശക്തി എത്രമാത്രം ശക്തി ഉള്ളതാണെന്ന് നമുക്ക് ദൈവവചനമാണ് ഇന്ന് രാത്രി വ്യക്തമായി മനസ്സിലാക്കി തരുന്നത്. ചില വിഷയങ്ങൾക്ക് വേണ്ടി നാളുകളായി പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ചെയ്യുന്ന വ്യക്തികൾ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നുണ്ടാവാം. പക്ഷേ ഇതുവരെയും ദൈവം പ്രവർത്തിച്ചില്ലല്ലോ, ഞാൻ ഉപവസിച്ച് ദൈവം കേട്ടില്ലല്ലോ, പ്രാർത്ഥിച്ച് ദൈവം കേട്ടില്ലല്ലോ എന്നോർത്ത് നിരാശപ്പെട്ട് മടുത്തു പോകരുത്. എത്രയോ വേഗത്തിൽ ദൈവം അതിന് പ്രതിക്രിയ നടത്തി നമ്മെ വിടുവിക്കുവാൻ ദൈവം ശക്തനാണെന്ന് ഇന്ന് രാത്രി ഓർക്കുകയും നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും ചെയ്യാം. അവൾ ഉപവസിച്ച് പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ട് അവൾക്ക് ലഭിച്ചതായിരിക്കുന്ന, യഹൂദന്മാർക്ക് ലഭിച്ചതായിരിക്കുന്ന പ്രാർത്ഥനയുടെ മറുപടിക്ക് ലഭിച്ചതായിരിക്കുന്ന ചില കാര്യങ്ങൾ നാം ഇന്ന് രാത്രി അക്കമിട്ട് ചിന്തിപ്പാൻ പോവുകയാണ്. ഒന്നാമതായി, അവൾ ഉപവസിച്ചതിന്റെ ഫലമായിട്ട് അവൾക്ക് ലഭിച്ചതായിരിക്കുന്ന മറുപടി എന്താണെന്നറിയാമോ? നിയമപ്രകാരമല്ലെങ്കിലും അവൾക്ക് രാജസന്നിധിയിൽ ചെല്ലുവാനുള്ളതായിരിക്കുന്ന ശക്തി ദൈവം കൊടുക്കുവാനിടയായി. അവളുടെ ജീവൻ തൃണവൽക്കരിച്ചുകൊണ്ട് അവളൊരു കാര്യം തീരുമാനിച്ചു. ഞാൻ നശിച്ച് പോകുന്നെങ്കിൽ പോകട്ടെ, ഞാൻ രാജസന്നിധിയിൽ ചെല്ലും. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന സഹോദരി, എന്നെ കേൾക്കുന്ന സഹോദര, ഈ വചനത്തോടുള്ള ബന്ധത്തിൽ എനിക്ക് ഇന്ന് രാത്രി ദൈവത്തിന്റെ ദൂത് പറയാനുള്ളത് എന്താണെന്നറിയാമോ? ഉപവസിച്ച് പ്രാർത്ഥിച്ചാൽ നാം മുൻപോട്ട് പോകേണ്ടതിന് ആവശ്യമായിരിക്കുന്ന ശക്തിയും ബലവും നമ്മുടെ ജീവിതത്തിൽ പകർന്നു തരുവാനായിട്ടിടയാണ്. നമ്മുടെ ഭയമെല്ലാം ദൈവം മാറ്റിക്കളയും. നമ്മുടെ നിരാശകൾ ദൈവം മാറ്റിക്കളയും. നമ്മുടെ ചിന്താകുലങ്ങൾ ദൈവം മാറ്റിക്കളയും. ഏത് പ്രതിസന്ധിയെയും അഭിമുഖീകരിക്കുവാനുള്ളതായിരിക്കുന്ന ഒരു പ്രത്യേകമായിരിക്കുന്ന ശക്തിയും അതിനാവശ്യമായിരിക്കുന്ന ധൈര്യവും നമുക്ക് ഉപവാസത്തിലൂടെ, പ്രാർത്ഥനയിലൂടെ ലഭിക്കുവാനായിട്ടിടയാണ്. ഞാൻ നേരത്തെ ഓർമ്മിച്ചല്ലോ, അവൾക്ക് ഒത്തിരി പ്രായമൊന്നും ആയിട്ടില്ല കേട്ടോ. ഏതാണ്ട് 20 വയസ്സ് കഴിഞ്ഞ് 25 വയസ്സ് ആയിട്ടില്ല. അതിനിടയിലുള്ള ഒരു പ്രായമാണ്. അവൾക്ക് ലോകത്തെക്കുറിച്ചോ ഈ ലോക ജീവിതത്തെക്കുറിച്ചോ വലിയ പരിജ്ഞാനമൊന്നുമില്ലായിരിക്കാം. അങ്ങനെ ലോകം ചിന്തിച്ചാലും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് അവൾ ഉപവസിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ആമേൻ തന്റെ ജനത്തിനു വേണ്ടി അപേക്ഷിക്കുവാനായിട്ട് രാജാവിന്റെ നിയമമില്ലെങ്കിലും, അവൾക്ക് രാജസന്നിധിയിൽ ചെല്ലുവാനുള്ളതായ അനുവാദമില്ലെങ്കിലും അവൾ തീരുമാനിച്ച അവൾക്ക് മുൻപോട്ട് നീങ്ങുവാനുള്ള ശക്തിയും ധൈര്യവും ദൈവം നൽകുവാനായിട്ടിടയായി. അതാണ് ഉപവസിച്ച് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി അവൾക്ക് ലഭിച്ചതായിരിക്കുന്ന ഒന്നാമത്തെ നന്മ. ഇനിയും അത് 4-ാം അധ്യായം 16 തൊട്ട് 5-ാം അധ്യായം 1 വരെയുള്ള വാക്യങ്ങളിലാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ അടങ്ങിയിരിക്കുന്നത്. അടുത്തതായിട്ട് ലഭിച്ച നന്മ എന്തെന്നറിയാമോ? രാജാവിന്റെ കൃപ അവളുടെ മേൽ ലഭിക്കുവാനായിട്ടിടയായി. ആ രാജ്യത്ത് മറ്റെത്രയോ യുവതികളുണ്ടായിരുന്നു, ഇല്ലയോ? എന്നാൽ അവർക്കാർക്കും രാജസന്നിധിയിൽ പ്രവേശിപ്പാനോ രാജാവിന്റെ രാജ്ഞി പദം അലങ്കരിക്കുവാനുള്ളതായിരിക്കുന്ന
ആ ഒരു പദവി ലഭിക്കാതിരുന്നപ്പോൾ മാതാപിതാക്കളില്ലാത്ത അനാഥയായ ഒരു പെൺകുട്ടിക്ക് ദൈവം കൊടുത്തതായിരിക്കുന്ന പദവിയിലൂടെയാണ് അവളിപ്പോൾ രാജസന്നിധിയിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. ആ മഹാനായിരിക്കുന്ന രാജാവിന്റെ കൃപ അവളുടെ മേൽ ചൊരിയുവാനായിട്ടിടയായി. അതെങ്ങനെ കിട്ടിയതാണ്? അവളുടെ യോഗ്യത കൊണ്ടോ, സൗന്ദര്യം കൊണ്ടോ, അവളുടെ വിദ്യാഭ്യാസം കൊണ്ടോ, അവളുടെ ധനശ്രേഷ്ഠത കൊണ്ടോ, അവളുടെ പാരമ്പര്യം കൊണ്ടോ ലഭിച്ചു അല്ല. പിന്നെയോ അവൾ ഉപവസിച്ച് പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ടാണ് രാജാവിന്റെ കൃപ അവൾക്ക് ലഭ്യമായി തരുവാനായിട്ടിടയായത്. നാം ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മെ സഹായിക്കുന്നവരോട് കൂടെ യഹോവ നമ്മുടെ പക്ഷത്തുണ്ട് കേട്ടോ. നമ്മോടൊരു ആൾ കൃപ കാണിച്ചാൽ, നമുക്ക് വേണ്ടി ഒരാൾ സഹായം ചെയ്താൽ, ഒരു കാര്യം ഓർത്തുകൊള്ളണം, അത് ദൈവത്തിന്റെ കൃപയാണ്, ദൈവത്തിന്റെ സഹായമാണ്. എന്റെ ദൈവം എന്നോടുകൂടെ ഉണ്ട് എന്നുള്ളതിന്റെ നല്ലൊരു തെളിവാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അത് 5-ാം അധ്യായം 2-ാം വാക്യത്തിൽ ആ ഭാഗം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി അവൾ ഉപവസിച്ച് പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ട് അവൾക്ക് ലഭിച്ചതായിരിക്കുന്ന മറ്റൊരു നന്മ എന്ന് പറയുന്നത്, മുടങ്ങിക്കിടന്നതായിരിക്കുന്ന നന്മ മൊർദെഖായിക്ക് ലഭിക്കാനിടയായി കേട്ടോ. അതൊരു വലിയ അത്ഭുതമാണ്. പക്ഷെ അതിനുവേണ്ടി അല്ല ഉപവസിച്ച് പ്രാർത്ഥിച്ചത്. മൊർദെഖായിക്ക് ലഭിക്കാനുള്ള നന്മ കിട്ടണമെന്നല്ല പ്രാർത്ഥിച്ചത്, തന്റെ സ്വജനത്തിന് ഒരു വിടുതൽ ഉണ്ടാകണമെന്നാണ് പ്രാർത്ഥിച്ചത്. അതിനുവേണ്ടിയാണ് ഉപവസിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ കാര്യം, നാം ചില വിഷയങ്ങൾക്ക് വേണ്ടി പ്രത്യേകം ഉപവസിച്ച് പ്രാർത്ഥിച്ചാൽ മറ്റു ചില മറുപടി കൂടെ അതിന്റെ കൂടെ കിട്ടും കേട്ടോ. അതൊരു വലിയ അനുഗ്രഹമായ കാര്യമാണ്. നമ്മൾ പോലും മറന്നു കിടക്കുന്ന ചില നന്മകൾ നമ്മുടെ കയ്യിൽ വരും. നമ്മൾ പോലും ഓർക്കാതെ കിടക്കുന്ന ചില വിഷയങ്ങൾക്ക് ദൈവം മറുപടി തരും. അതാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. രാജാവിനെ ശത്രുവിന്റെ കയ്യിൽ നിന്ന് രക്ഷിപ്പാനായിട്ട് മൊർദെഖായി നേരത്തെ ചില സഹായം ചെയ്തു. രാജാവിനെ കൊല്ലുവാനായിട്ട് ചിലർ തീരുമാനിച്ചു. എന്നാൽ അവർ കൊല്ലാതിരിക്കുവാനായിട്ട് ഇടയായതിന്റെ കാരണം മൊർദെഖായി അവിടെ ചില കാര്യങ്ങൾ ചെയ്തതുകൊണ്ടാണ്. അത് ദിനവൃത്താന്ത പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ രാജാവ് രാത്രിയിൽ വായിച്ചപ്പോൾ ഒരു കാര്യം പിടികിട്ടി. തന്നെ ശത്രുവിന്റെ കയ്യിൽ നിന്ന് രക്ഷിച്ചതായിരിക്കുന്ന മൊർദെഖായിക്ക് ഞാൻ പ്രതിഫലമൊന്നും കൊടുത്തിട്ടില്ല. നോക്കണേ, ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എവിടെയൊക്കെ അതിന്റെ പ്രവർത്തനം നടക്കുന്നത് ഓർത്തോണം. രാജാവിന്റെ അരമനയ്ക്ക് അകത്ത് പോലും ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടെന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ഭവനത്തിനകത്തിരുന്നു കൊണ്ട് ആരും അറിയാതെ ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയുടെ ശക്തി എത്രയോ മണ്ഡലങ്ങളിൽ വ്യാപരിക്കുന്നുവെന്ന് ദൈവമക്കൾ മറന്നു പോകരുത്. നാം പ്രതീക്ഷിക്കാത്ത സ്ഥലങ്ങളിലേക്ക് അതിന്റെ ശക്തി വ്യാപരിച്ചു ചെല്ലും. നാം പ്രതീക്ഷിക്കാത്ത ദൂരങ്ങളിലേക്ക് അതിന്റെ ആ മറുപടി കടന്നു ചെല്ലുവാനിടയാകും. അത്രമാത്രം ശക്തി നമ്മുടെ ഉപവാസത്തിനും പ്രാർത്ഥനയ്ക്കുമുണ്ട് എന്നുള്ളൊരു കാര്യം ഇന്ന് രാത്രി ഞാൻ ദൈവദിനത്തെ ഓർപ്പിക്കുകയാണ്. അപ്പോൾ രാജാവിന് ഉറക്കം വന്നില്ല. മാത്രമല്ല, ആ ഡയറി എടുത്ത് വായിക്കാനായിട്ട് തോന്നി. ആ സമയത്താണ് മൊർദെഖായി എന്ന് പറയുന്നതായിരിക്കുന്ന ദൈവഭക്തനെ സംബന്ധിച്ച് ആ ഡയറിയിൽ എഴുതിയിരിക്കുന്ന കാര്യം രാജാവിന്റെ ദൃഷ്ടിയിൽ പെടുവാനിടയായി. ഇതിലെല്ലാം കാരണം എന്തെന്നറിയാമോ? ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന, ദൈവസന്നിധിയിൽ ഉപവസിക്കുന്ന ഒരു പെൺകുട്ടി, ആമേൻ, അതേ രാജ അരമനയ്ക്കകത്തുണ്ട്. അതാണ് അതിന്റെ പ്രത്യേകത. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നാം ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഓർത്തുകൊള്ളണം, നമ്മുടെ വിഷയങ്ങൾക്ക് വേണ്ടി മാത്രമല്ല ദൈവം മറുപടി തരുന്നത് കേട്ടോ.
നമ്മുടെ പ്രാർത്ഥന ഉപവാസം മുഖാന്തരമായി മറ്റുള്ളവർക്കും അത് ഒരു അനുഗ്രഹത്തിന് കാരണമായി തീരും കേട്ടോ. അവളുടെ ഏറ്റവും അടുത്തതായിരിക്കുന്ന ഒരു ബന്ധുവാണ് മൊർദെഖായി. എന്റെ ദൈവമേ, ആ മനുഷ്യന് നീ നന്മ ചെയ്യണമെന്നാ പറഞ്ഞല്ല അവള് പ്രാർത്ഥിച്ചത്. അവള് പ്രാർത്ഥിച്ചത് സ്വജനത്തിന്റെ വിടുതലിന് വേണ്ടിയാ. പക്ഷേ സ്വർഗത്തിലേക്ക് ആ പ്രാർത്ഥന ഉയർന്നു എന്നപ്പോൾ അതിനോടൊപ്പം മറുപടി അയക്കുവാനായിട്ട് ഇതാ മൊർദെഖായിയുടെ വിഷയത്തിന്റെ മേല് ദൈവം അവിടെ പ്രവർത്തിക്കുകയാണ്. നാം ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് മറുപടി നാം പ്രാർത്ഥിച്ച വിഷയത്തിന് ലഭിച്ചില്ലെങ്കിൽ നിരാശപ്പെടരുത് കേട്ടോ. നമ്മുടെ പ്രാർത്ഥനയുടെ ഫലമായി നമ്മുടെ ചില ബന്ധുക്കൾക്കായിരിക്കാം, നമ്മുടെ കൂട്ടുവിശ്വാസികൾക്കായിരിക്കാം, നമ്മുടെ ദൈവദാസനായിരിക്കാം അവിടെ മറുപടി കിട്ടുന്നത്. അതൊരു വലിയ അത്ഭുതകരമായ കാര്യമാണ്. അത്രമാത്രം ശക്തി പ്രാർത്ഥനയ്ക്കും ഉപവാസത്തിനുമുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ മൊർദെഖായിക്ക് ലഭിക്കേണ്ടതായിരിക്കുന്ന നന്മ മുടങ്ങിക്കിടക്കുകയായിരുന്നു. അതെന്നേ കിട്ടേണ്ടതായിരുന്നു. പക്ഷേ അത് മൊർദെഖായി പോലും മറന്ന കാര്യമായിരിക്കാം. പക്ഷേ ഇപ്പോൾ ഇവിടെ പ്രവർത്തനം അത് നടന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? മറുപടി ലഭിച്ചത് എന്തുകൊണ്ടാണെന്നറിയാമോ? ഉപവസിക്കുന്ന ഒരു പെൺകുട്ടി രാജ അരമനയ്ക്കകത്തുണ്ട്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ഉപവാസവും പ്രാർത്ഥനയും ഒരിക്കലും നിഷ്ഫലമായി പോകുകയില്ല കേട്ടോ. അത് തീർച്ചയായിട്ടും അനുഗ്രഹം തന്നെയാണ്. അത് തീർച്ചയായും നമുക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും കൂടി അത് വലിയ വിടുതലിനും അനുഗ്രഹത്തിനും അത് കാരണമായി തീരും എന്നാണ് ഇന്ന് രാത്രി എനിക്ക് ഓർപ്പിക്കുവാനായിട്ടുള്ളത്. 6-ാം അധ്യായം 3-ാം വാക്യം വായിച്ചാൽ ഈ കാര്യം നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. അന്ന് ഉറക്കമില്ലാതെ ഈ ഡയറി വായിച്ചതായിരിക്കുന്ന രാജാവ് മൊർദെഖായിയെ സംബന്ധിച്ചുള്ളതായിരിക്കുന്ന വിവരം കണ്ടപ്പോൾ, ആമേൻ, രാജാവ് ചോദിച്ചു, ആരവിടെ? പുറത്താരാ നിൽക്കുന്നത്? കൃത്യസമയത്ത് തന്നെ അവിടെ ആരെത്തിയിട്ടുണ്ട്? ഹാമാൻ വന്ന് നിൽക്കുക. മൊർദെഖായിയെ അവന്റെ ജനത്തെയും കൊല്ലാനുള്ളതായിരിക്കുന്ന രേഖ എഴുതി എല്ലാ സംസ്ഥാനങ്ങളിലും അഞ്ചൽക്കാർ മുഖാന്തരമായിട്ട് അത് അറിയിച്ച് ആ വിഷയത്തിന് എത്രയും വേഗത്തിൽ പരിഹാരം ഉണ്ടാക്കണം എന്നുള്ള ചിന്തയോടുകൂടെ വീണ്ടും രാജാവിനെ കാണുവാനായിട്ട് ഇപ്പോൾ ഹാമാൻ പുറത്തു വന്ന് നിൽക്കുക. ഇതൊക്കെ യാദൃശ്യമല്ല കേട്ടോ, യാദൃശ്യമല്ല ഇതൊന്നും. ഇതൊക്കെ ദൈവത്തിന്റെ തീരുമാനത്തിൽപ്പെട്ട കാര്യമാണ്. ആമേൻ. ആരവിടെ നിന്ന് ചോദിച്ചപ്പോൾ ഹാമാൻ അവിടെ ഉണ്ടെന്നറിഞ്ഞു. ഹാമാൻ പെട്ടെന്ന് അകത്ത് വരാൻ പറഞ്ഞു. ഹാമാൻ അകത്ത് ചെന്നു. ഹാമാനോട് രാജാവ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. രാജാവ് മാനിക്കുവാനിരിക്കുന്ന പുരുഷന് എന്തൊക്കെ ചെയ്തു കൊടുക്കണമെന്ന്. ഹാമാൻ വിചാരിച്ചു, എന്നെ അല്ലാതെ ആരെ രാജാവിനെ മാനിക്കാൻ പോകുന്നു? ദൈവം തമ്പുരാന്റെ കൈ പ്രതികൂലമായി തീർന്നാലുണ്ടല്ലോ, ഒരൊറ്റ മനുഷ്യനും അതിൽ നിന്ന് വിടുവിക്കുവാൻ കഴിയത്തില്ല. അതിന്റെ മറുവശം പറയാം, ദൈവത്തിന്റെ കരം ദൈവജനത്തിന് അനുകൂലമായി തീർന്നാലുണ്ടല്ലോ, ആർക്കും അതിനെ തടുക്കുവാൻ സാധിക്കത്തില്ലെന്ന് കൂടെ ദൈവമക്കളെ അവസരത്തിൽ ഓർത്തോണം. ദൈവമക്കളെ, ആരെല്ലാം നമുക്ക് പ്രതികൂലമായി എഴുന്നേൽക്കട്ടെ, ഏതെല്ലാം പ്രതിസന്ധികളിൽ കൂടി കടന്നു പോകേണ്ടി വരട്ടെ, ഇന്ന് രാത്രി പറയാം, ദൈവത്തിന്റെ കരം നമുക്ക് അനുകൂലമാണെങ്കിൽ നാം ആരെയും ഭയപ്പെടേണ്ടതില്ല, ആരെയും നാം കൂസേണ്ടി വരത്തില്ല. ദൈവത്തിന്റെ കരം നമുക്ക് അനുകൂലമെങ്കിൽ ദൈവം നമ്മോട് കൂടെ ഇരുന്ന് അത്ഭുതങ്ങൾ ചെയ്യുവാൻ ശക്തനായിരിക്കുന്ന ദൈവമാണ്. സ്തോത്രം. ഒരു കാര്യം ഓർത്തുകൊള്ളണം, നമ്മുടെ ദൈവം ശത്രുവിന്റെ മുൻപിൽ മേശ ഒരുക്കുന്ന ദൈവമാകട്ടോ. നമ്മുടെ കർത്താവ് ആരാണെന്ന് അറിയാമോ?
നമ്മുടെ കർത്താവ് ശത്രുവിന്റെ മുമ്പിൽ നമുക്ക് വേണ്ടി വിരുന്നൊരുക്കുന്ന ദൈവമാണ്, മേശ ഒരുക്കുന്ന ദൈവമാണ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹാമാൻ ഒന്നും കുറച്ചില്ല. രാജാവേ, അങ്ങ് കയറുന്നതായിരിക്കുന്ന കുതിര വേണം, അങ്ങയുടെ കിരീടം വേണം എന്ന് വേണ്ട, അവന് പറയാവുന്നതിന്റെ അപ്പുറം മൊത്തം അവൻ പറഞ്ഞു. എന്നിട്ട് രാജാവ് മാനിക്കാനിരിക്കുന്ന മനുഷ്യനെ ആ കുതിരപ്പുറത്ത് കയറ്റണം. ആരുടെ കുതിരപ്പുറത്ത്? രാജാവിന്റെ കുതിരപ്പുറത്ത്. എന്നിട്ട് അതിന്റെ കടിഞ്ഞാണിൽ പിടിച്ചുകൊണ്ട് രാജാവിന്റെ അരമനയ്ക്ക് ചുറ്റും ശൂഷൻ പട്ടണത്തിൽ അതുവഴിയായി പല റോഡുകൾ കടന്നു പോകുന്നുണ്ട്. ആ റോഡിൽ കൂടെ എല്ലാം വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കണം. ആര്? കുതിരയുടെ കടിഞ്ഞാണിൽ പിടിച്ചിരിക്കുന്ന ആള്. രാജാവ് മാനിക്കാനിരിക്കുന്ന പുരുഷന് ഇങ്ങനെയൊക്കെ രാജാവ് ചെയ്യും എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കണം. എനിക്ക് തോന്നുന്നത് മിക്കവാറും ഹാമാൻ ഓർത്തത്, ഹാമാനെ കുതിരപ്പുറത്ത് കയറ്റി ഇരുത്തിയിട്ട് ചിലപ്പോ മൊർദെഖായി ഈ കടിഞ്ഞാണിൽ പിടിച്ചുകൊണ്ട് ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കുമെന്നായിരിക്കും ചിലപ്പോ ഓർത്തത്. അത് മനസ്സിരിക്കട്ടെ. രാജാവ് അടുത്ത മറുപടി പറഞ്ഞതെന്നറിയാമോ? അങ്ങനെയാണെങ്കിൽ ആ പടിവാതിൽക്കലിരിക്കുന്ന മൊർദെഖായിയെ ഞാൻ മാനിക്കാൻ ആഗ്രഹിച്ചിരിക്കുന്നു. അവനെ ഞാൻ കയറുന്ന കുതിരപ്പുറത്ത് കയറ്റിയിരുത്തി നീ പറഞ്ഞതൊന്നും കുറയ്ക്കാതെ എല്ലാം അവന് വേണ്ടി ചെയ്തിട്ട് ആ കടിഞ്ഞാണിൽ പിടിച്ചുകൊണ്ട് നീ വേണം നടക്കാൻ, നീ വേണം വിളിച്ചു പറയുവാൻ. രാജാവ് മാനിക്കാനിരിക്കുന്ന പുരുഷന് ഇങ്ങനെയൊക്കെ രാജാവ് ചെയ്യുമെന്ന് നീ പറയണം. കണ്ടോ, നമ്മുടെ ദൈവം ആരെന്നറിയാമോ? ശത്രുവിന്റെ മുമ്പിൽ മേശ ഒരുക്കുന്ന ദൈവമാകട്ടോ. നമ്മുടെ കർത്താവ് ആരാന്നറിയാമോ? ശത്രുവിന്റെ മുമ്പിൽ വിരുന്നൊരുക്കുന്ന ദൈവമാണ്. ദൈവത്തിന് സ്തോത്രം. ഞാൻ 23-ാം സങ്കീർത്തനത്തിലേക്ക് ഒന്ന് കയറുക കേട്ടോ. അവിടെ ആട് ഇടയനെ കുറിച്ച് പറയുകയാണ്, എനിക്ക് നീ വിരുന്നൊരുക്കുന്ന ദൈവമാണ്. ശത്രുവിന്റെ മധ്യത്തിൽ എനിക്ക് നീ വിരുന്നൊരുക്കുന്ന ദൈവമാണ്. ആടിനത് വളരെ അനുഭവം ഉള്ളതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. ഇടയൻ മേയ്ക്കുന്ന ആടിനത് അനുഭവം ഉള്ളത് കൊണ്ടാണ് പറഞ്ഞത്. യഹോവന്റെ ഇടയനാണ്, യഹോവയാകുന്ന ഇടയൻ എനിക്ക് വേണ്ടി വിരുന്നൊരുക്കുന്ന ദൈവമാണ്. അങ്ങനെ ആട് പറയാൻ ഒരു കാരണമുണ്ട് കേട്ടോ. ഈ പലസ്തീൻ നാട്ടിലെ പശ്ചാത്തലം അതിനുള്ളത്. ആടുകളെ മേയ്ക്കുന്നതായിരിക്കുന്ന ദിവസത്തിന്റെ തലേ ദിവസം ഈ പുൽമേടുകൾ ഇടയൻ പോയി പരിശോധിക്കും. എന്തെങ്കിലും ക്ഷുദ്രജീവികളുണ്ടോ, ക്രൂര മൃഗങ്ങളുണ്ടോ എന്നെല്ലാം പോയി പരിശോധിച്ച് എന്തെങ്കിലും ചെറിയ ക്ഷുദ്രജീവികളെയൊക്കെ കണ്ടാൽ അതിനടുത്തുള്ളതായിരിക്കുന്ന മാളത്തിലേക്ക് ഈ ജീവികളെ ഇടയൻ പിടിച്ചു കയറ്റിയിട്ട് അവിടെ കല്ല് വെച്ച് അടയ്ക്കും. കാരണം പിറ്റേ ദിവസം ആടിനെ അവിടെ തീറ്റാൻ കൊണ്ടുപോകേണ്ടതാണ്. അപ്പം ഈ ക്ഷുദ്രജീവി, ഈ ക്രൂരജീവി ഇപ്പോൾ എവിടെയാണ്? ആ മാളത്തിനകത്തിരിക്കുക. കല്ല് വെച്ച് അടച്ചിരിക്കുന്നത് കൊണ്ട് പുറത്തേക്ക് വരാൻ കഴിയത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പിറ്റേ ദിവസം ആടിനെ കൊണ്ട് ഇടയൻ ആ പുൽമേട്ടിലേക്ക് വരുന്നു. ആ കല്ല് വെച്ച് അടച്ചിരിക്കുന്നെങ്കിലും ചെറിയ ദ്വാരത്തിൽ കൂടെ ഈ ക്ഷുദ്രജീവിക്ക് കാണാം. അതിനടുത്ത് വന്ന് ഇടയന്റെ ആടുകൾ പുല്ല് തിന്നുന്നത് ഈ ക്ഷുദ്രജീവിക്ക് കാണാം. അപ്പം ആ ആട് പറയുകയാണ്, എന്റെ ഇടയൻ ശത്രുവിന്റെ മധ്യത്തിൽ എനിക്ക് വിരുന്നൊരുക്കുന്ന ദൈവമാണ്. ഇന്ന് രാത്രി ഞാൻ ദൈവജനത്തെ ഓർപ്പിക്കട്ടെ, നമുക്കെതിരായിട്ട് ആരെല്ലാം എഴുന്നേറ്റാലും, ആരെല്ലാം പ്രതിസന്ധികൾ ഉണ്ടാക്കിയാലും, നമ്മുടെ നാശം കാണുവാനായിട്ട് ആഗ്രഹിച്ചാലും, പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ചെയ്യുന്ന ദൈവപൈതലേ, ഇന്ന് രാത്രി ഞാൻ പറയാം,
നമുക്ക് വേണ്ടി നമ്മുടെ ദൈവം ശത്രു കാണെ വിരുന്നൊരുക്കുന്ന ദൈവമാണ്, മേശൊരുക്കുന്ന ദൈവമാണ്. നമ്മെ തകർത്ത് കളയുവാൻ ദൈവം സമ്മതിക്കത്തില്ല. നമ്മുടെ ശത്രുവിനെ ഇല്ലായ്മ ചെയ്യുന്നത് നമ്മുടെ മുൻപിൽ കാണിക്കുന്ന ദൈവമാണ്. ആ ദൈവത്തെയാണ് നാം സേവിപ്പാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നതെന്ന് ഇന്ന് രാത്രി ദൈവമക്കൾ ഓർത്ത് ദൈവത്തെ സ്തുതിച്ചാട്ടെ, ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. ഞാൻ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട്, ഈ ഹാമാൻ എത്ര ശക്തനായതുകൊണ്ടാണ് ആ ക്രിയ ചെയ്തത്. അടുത്ത ദിവസം കൊല്ലാനിരിക്കുന്ന മൊർദെഖായിയെ പിടിച്ച് കുതിരപ്പുറത്ത് കയറ്റി അവര് നാശം കാണാൻ ആഗ്രഹിച്ചിരുന്ന ഹാമാൻ ആ റോഡിൽ കൂടെ, ആ ഗല്ലിൽ കൂടെ എല്ലാം വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. രാജാവ് മാനിക്കാനിരിക്കുന്ന പുരുഷന് ഇതൊക്കെ രാജാവ് ചെയ്തു കൊടുക്കുമെന്ന്. ആ മുഖഭാവം എന്തുവാണെന്നുള്ളത് എന്റെ ചിന്ത. കരയുകയാണോ അതോ ചിരിക്കുവാണോ? എന്തോ ആ മുഖഭാവം. ഞാന് അതിന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ സൈക്കിള് കയറ്റം പഠിക്കുന്ന പിള്ളേര് സൈക്കിളേന്ന് വീണിട്ട് ഒരു ചിരിയുണ്ടല്ലോ, അതുപോലെ ആയിരിക്കും എന്റെ ചിന്ത കേട്ടോ. ഏതുമാകട്ടെ, നമ്മുടെ ദൈവം നമ്മെ മാനിക്കുന്ന ദൈവമാണ്. ശമൂവേലിന്റെ 1-ാം പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്, എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കും. സ്തോത്രം. നാം നിന്ദിക്കപ്പെട്ട സ്ഥാനത്ത്, നമ്മെ പരിഹസിച്ചവരുടെ മധ്യത്തിൽ, നമ്മുടെ നാശം കാണുവാനായിട്ട് ആഗ്രഹിച്ചിരുന്നവരുടെ മുൻപിൽ നമ്മുടെ ദൈവം നമ്മെ മാനിക്കുന്ന ദൈവമാണ് കേട്ടോ. ദൈവം നമ്മെ ഉയർത്തുന്ന ദൈവമാണ്. ഇന്ന് രാത്രി എനിക്കും അതിനെക്കുറിച്ചൊരു നല്ല സാക്ഷ്യം പറയുവാനായിട്ടുണ്ട്. എന്നെ നിന്ദിച്ചവരുടെയും എന്നെ പഴിച്ചവരുടെയും എന്റെ ഇല്ലായ്മ കാണുവാനും ഒക്കെ ആഗ്രഹിച്ചവരുടെ മുൻപിൽ ദൈവം എന്നെ മാനിച്ചതായിരിക്കുന്ന അനേക സന്ദർഭങ്ങൾ എന്റെ ജീവിതത്തിൽ എനിക്ക് എടുത്തു പറയുവാനായിട്ടുണ്ട്. കഴിഞ്ഞ 46 വർഷത്തെ ശുശ്രൂഷയ്ക്കിടയിൽ ദൈവം അയച്ചതായിരിക്കുന്ന സ്ഥാനങ്ങളിൽ കർത്താവിന്റെ മഹത്വമാർന്ന ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ നമ്മെ ഉപദ്രവിച്ചവരും നമ്മെ പഴിച്ചവരും നമ്മെ നിന്ദിച്ചവരും ഒക്കെ അനേകരെ കുറിച്ച് എടുത്തു പറയുവാനായിട്ടുണ്ട്. പക്ഷെ എനിക്ക് ആരോടും ഒരു പരിഭവവുമില്ല, എനിക്ക് പരാതിയില്ല. കാരണം ദൈവം അവരുടെ മധ്യത്തിൽ നമ്മെ മാനിക്കുന്ന ദൈവമാണ്. അവരുടെ മധ്യത്തിൽ ദൈവം നമ്മെ ഉയർത്തുന്ന ദൈവമാണ്. അത് മാത്രമാണ് എനിക്ക് ഇന്ന് രാത്രി ഈ വചനത്തോടുള്ള ബന്ധത്തിൽ എന്റെ അനുഭവത്തിൽ നിന്ന് പറയുവാനായിട്ടുള്ളത്. കാരണം വചനം സത്യമാണ്. വചനം ഒരിക്കലും ഭോഷ്ക് പറയുന്നതല്ല, വചനം ഒരിക്കലും വെറുതെ പറയുന്നതല്ല. വചനം സത്യമാണ്. വചനം നാം വിശ്വസിച്ചാൽ വചനത്തിൽ കൂടെ ഉള്ളതായിരിക്കുന്ന അനുഗ്രഹവും വചനത്തിൽ കൂടെ ഉള്ളതായിരിക്കുന്ന മാന്യതയും നമുക്ക് ദൈവം അതാത് സമയത്ത് നൽകുന്നവനായിരിക്കുന്ന ദൈവമാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവം ശത്രുവിനെ കൊണ്ട് ഹാമാനെ മൊർദെഖായിയെ മാനിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇന്ന് രാത്രി ഞാനൊരു ദൂത് പറയട്ടെ. അനേകരുടെ നിന്ന നിമിത്തം, അനേകരുടെ പരിഹാസ നിമിത്തം, അനേകരുടെ ഉപദ്രവ നിമിത്തം ഏതെല്ലാം സ്ഥലങ്ങളിൽ കൂടെ കണ്ണു നിറഞ്ഞ് കരഞ്ഞുകൊണ്ട് നീ യാത്ര ചെയ്തിട്ടുണ്ടോ, ആ റോഡിൽ കൂടെ അതേ സ്ഥലത്തുകൂടെ അവർ കാണുക ദൈവം നിന്നെ ഉയർത്തി മാനിച്ച് നടത്തുന്ന ഒരു ദിവസം നിന്റെ മുമ്പിലുണ്ട് കേട്ടോ. ഹല്ലേലൂയ. ഞാനിത് വെറുതെ പറയുന്നതല്ല. നമ്മെ നിന്ദിച്ചവരെ കൊണ്ട് തന്നെ മൂക്കത്ത് കൈവച്ചുകൊണ്ട് അയ്യോ ഇവനെ ഇങ്ങനെയായി തീർന്നോ എന്ന് പറയുവാൻ തക്കവണ്ണം ദൈവം നമ്മുടെ ദൈവമായി നമ്മോട് കൂടെ ഇരിക്കുന്ന ദൈവമാണ്. ആ ദൈവത്തെയാണ് ഞാൻ നിങ്ങളും സേവിക്കുന്നത്. അതാണ് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നതായ കാര്യം.
പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സമയം തീർന്നല്ലോ, ഞാൻ വേഗം അവസാനിപ്പിക്കാം. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഉപവാസത്തിന്റെയും പ്രാർത്ഥനയുടെയും അടുത്ത നന്മ, അടുത്ത മറുപടി എന്തെന്നറിയാമോ? നിനക്ക് വിരോധമായി തീർന്ന വ്യക്തിയെ ദൈവം നശിപ്പിക്കുന്നത് കാണാനിടയാണ്. അതാണ് ഉപവാസത്തിന്റെയും പ്രാർത്ഥനയുടെയും മറ്റൊരു മറുപടി. ഹല്ലേലൂയ. അതിനുള്ള ക്രമീകരണമൊക്കെ ദൈവം ചെയ്തു കേട്ടോ. പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ചെയ്താൽ മതി, നമ്മളൊന്നും ചെയ്യണ്ട, അതിന്റെ പേപ്പർ വർക്ക് ഒന്നും ചെയ്യണ്ട, അതൊക്കെ ദൈവം ചെയ്തോളും. അതിനുവേണ്ടി മറ്റുള്ളവരെ ദൈവം എഴുന്നേൽപ്പിച്ചോളുമെന്ന് നമ്മൾ ഉപവസിച്ച് പ്രാർത്ഥിച്ചാൽ മതി, വിഷയം ദൈവത്തോട് പറഞ്ഞാൽ മതി. തുടർന്നുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ക്രമീകരണം ദൈവം മറ്റു വ്യക്തികളെ കൊണ്ട് ചെയ്യിക്കും. സ്തോത്രം. ദൈവം രാജാവിന്റെ കൃപ ലഭിച്ച എസ്തേറിനോട് രാജാവ് പറഞ്ഞു, എസ്തേർ രാജ്യേ, നിനക്ക് എന്ത് വേണം? രാജ്യത്തിന്റെ പകുതി ആയാലും ചോദിച്ചോ, ഞാനത് തരാം. ഇതാ രാജാവിനോട് ദൈവം ഇടപെട്ടാലുള്ള ഗുണം കേട്ടോ. ഹല്ലേലൂയ. ആ രാജാവിന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഉപവാസവും പ്രാർത്ഥനയും രാജാവിന്റെ ഹൃദയത്തിലേക്ക് ചെന്ന് കയറിയെന്ന്, ദൈവം രാജാവിന്റെ ഹൃദയത്തിൽ പ്രവർത്തനം ആരംഭിച്ചെന്ന്. അതുകൊണ്ടാണ് രാജാവ് ഇങ്ങനെയൊക്കെ ചോദിക്കാനായിട്ട് ദൈവം അനുവദിച്ചത്. എസ്തേർ രാജ്ഞിക്ക് എന്തും ചോദിക്കാനുള്ള ഒരു സാധ്യത ഇപ്പോൾ ഉള്ളത് കേട്ടോ. രാജ്യത്തിന്റെ പകുതി എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമാണോ? രാജ്ഞി പറഞ്ഞത് ഈ കാര്യമാണ്, എന്റെ സ്വജനം നശിക്കാൻ തുടങ്ങുകയാണ്. ഈ പ്രതിയോഗിയായിരിക്കുന്ന ഹാമാനാണ് അതിന്റെ കാരണം. എന്റെ ജനം മുഴുവൻ നശിക്കുന്നത് എനിക്ക് സഹിക്കാൻ കഴിയത്തില്ല. ഞാൻ അതിനു വേണ്ടിയാണ് ദൈവസന്നിധി ഉപവസിച്ച് പ്രാർത്ഥിച്ചത്. സ്തോത്രം. ആ വ്യക്തി ആരാണെന്ന് ചോദിച്ചപ്പോ രാജ്ഞി പറഞ്ഞു, ഹാമാന. ആമേൻ. നോക്കണേ, മൊർദെഖായിയെ തൂക്കാനുള്ള കഴുമരം നല്ല ഉയർച്ചയിൽ നല്ല പൊക്കത്തിൽ പണിത് പെയിന്റ് ഒക്കെ അടിച്ച് അവിടെ നിർത്തിയിരിക്കുക. ഓരോ ഭാഗം പണിതിട്ട് ഹാമാൻ ഭാര്യയോട് ചോദിക്കും, എങ്ങനെ ഉണ്ട്? ഭാര്യ പറയും, പിള്ളേരുടെ ഭാഷയിൽ പറയും, അടിപൊളിയായിട്ടുണ്ട്. പക്ഷേ ദൈവത്തിന്റെ കരം എതിരായി തീർന്നെന്ന് ഹാമാന്റെ ഭാര്യ അറിഞ്ഞപ്പോൾ ഒരു വാക്ക് പറഞ്ഞു, അവൻ യഹൂദനാണെങ്കിൽ നീ അവനോട് ജയിക്കത്തില്ല. ഹാമാനെ, നീ ജയിക്കത്തില്ല. അവൻ ആരാധിക്കുന്നവനാണ് ദൈവത്തെ, അവൻ ഉപവസിക്കുന്നവനാണ്, അവൻ പ്രാർത്ഥിക്കുന്നവനാണ്, അവന് പ്രമാണമുണ്ട്, അവൻ പ്രമാണം അനുസരിക്കുന്നവനാണ്, അവൻ വാസ്തവത്തിൽ ഒരു ദൈവവേദനാണെങ്കിൽ ഹാമാനെ, നീ അവനെ ജയിക്കത്തില്ല, അവനെ ജയിക്കത്തില്ല, നീ പരാജയപ്പെടും. സ്തോത്രം. ദൈവമക്കളെ, നമുക്ക് നമ്മളെ തന്നെ അറിയത്തില്ല കേട്ടോ. നമ്മുടെ ചുറ്റും പാർക്കുന്നവർക്കറിയാം നമ്മൾ ആരാണ്. നമുക്ക് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ശക്തി ഉണ്ടെന്ന് നമ്മളെക്കാൾ മറ്റുള്ളവർക്കറിയാമെന്ന്. അതുകൊണ്ട് പ്രാർത്ഥിച്ചാൽ മതി, ഉപവസിച്ചാൽ മതി, മറ്റ് യാതൊരു പ്രവർത്തനങ്ങൾക്കും നാം മുൻപോട്ട് പോകണ്ട. ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന ഏത് വിഷയമായിരുന്നാലും ആമേൻ, ഒരു പഞ്ഞി കണക്ക് നമ്മിൽ നിന്ന് അത് പറന്ന് അകന്ന് മാറിപ്പോകും. നമ്മെ ദൈവം സ്വതന്ത്രരാക്കുവാനുള്ള സമയമായി, ദൈവത്തിന്റെ വാക്ക് പാലിക്കുവാനുള്ള സമയമായി. അതുകൊണ്ട് നിരാശപ്പെടരുത്, തളർന്നു പോകരുത്, ക്ഷീണിച്ചു പോകരുത്. ഇന്ന് രാത്രി വീണ്ടും പ്രാർത്ഥിച്ചോ, അടുത്ത ദിവസത്തിൽ തന്നെ അതിന് മറുപടി കണ്ട് സന്തോഷിക്കേണ്ട ഒരനുഭവം ജീവിതത്തിൽ ദൈവം വരുത്തുമെന്നുള്ളതിന് ഒരു സംശയവുമില്ല. ഇന്ന് രാത്രി നമുക്ക് ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. മൊർദെഖായിയെ തൂക്കുവാൻ ഉപയോഗിച്ചതായിരിക്കുന്ന കഴുമരത്തിൽ ഹാമാനെ
രാജാവ് തൂക്കിക്കൊല്ലുവാനിടയായി. പ്രിയപ്പെട്ടവരെ, നമുക്ക് വിരോധമായി കുഴിക്കുന്ന കുഴിയിൽ തന്നെ ശത്രുവിനെ വീഴിക്കുവാൻ നമ്മുടെ ദൈവത്തിന് പരിപാടിയുണ്ട് കേട്ടോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ വേഗം എന്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. ഉപവാസത്തിന്റെയും പ്രാർത്ഥനയുടെയും ശക്തി ചെറുതല്ല, ചെറുതല്ല. എന്തിനാണ് ഉപവസിക്കുന്നത്, എന്തിനാണ് പ്രാർത്ഥിക്കുന്നതെന്ന് ലോകജനം ചോദിക്കും. പക്ഷേ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതിന്റെ അനുഭവം ദൈവമക്കൾ അറിഞ്ഞവരാണെങ്കിൽ അവർക്ക് ഉപവസിക്കാതിരിക്കാൻ കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യഹൂദജാതിക്കൊരു ഉദ്ധാരണമുണ്ടായി. കാരണം ഉപവാസത്തിന്റെയും പ്രാർത്ഥനയുടെയും ഫലമാണ്. ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്തു തരുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ ദൈവത്തിന് കഴിവുണ്ട് എന്ന് രാത്രി ദൈവമക്കൾ ഓർത്തുകൊള്ളണം. ദൈവജനത്തിനോടൊരു വാഗ്ദത്തമുണ്ട് ദൈവത്തിന്. എന്താണെന്നറിയാമോ? യെശയ്യാ 54:17 വാക്യത്തിൽ പറയുന്നു, നിനക്ക് വിരോധമായ ഒരായുധവും ഫലിക്കത്തില്ല. നിനക്ക് നിന്നെ തകർക്കുവാൻ വേണ്ടി ശത്രു അയക്കുന്നതായിരിക്കുന്ന ആയുധം ഫലിക്കാതിരിക്കുവാനായിട്ട് ദൈവത്തിന്റെ പരിചയം ഉപയോഗിക്കുന്ന ദൈവമാണ് കേട്ടോ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ആയുധം നിനക്ക് ഫലിക്കേണ്ടതായിരുന്നു. അത് നിന്നെ തകർക്കുവാൻ ശത്രു ഉപയോഗിച്ച ആയുധമായിരുന്നു. പക്ഷേ ആ ആയുധം അത് തിരിഞ്ഞു പോകുന്ന ആയുധമായി തീരും. ദൈവത്തെ സേവിക്കുന്ന ദൈവമൈതലേ, ആയുധം നിന്നെ സ്പർശിക്കുവാൻ എന്റെ ദൈവം സമ്മതിക്കുന്ന ദൈവമല്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നേ നശിച്ചു പോകേണ്ട സന്ദർഭങ്ങൾ കഴിഞ്ഞതാ കേട്ടോ. വാഹനം ഓടിക്കുന്നതായിരിക്കുന്ന ആ ഡ്രൈവറുടെ മികവ് കൊണ്ടല്ല ഇന്ന് ജീവനോടിരിക്കുന്നത്. എത്രയോ പ്രാവശ്യം മരണത്തെ അഭിമുഖമായി കണ്ട സന്ദർഭങ്ങളുണ്ട്. മണ്ണോട് മണ്ണായി തീരേണ്ടതായിരിക്കുന്ന സന്ദർഭങ്ങൾ ജീവിതത്തിൽ കഴിഞ്ഞു പോയതാണ്. പക്ഷേ ശത്രുവിന്റെ ആയുധം നിന്നെ തൊടാതെ വണ്ണം നിന്നെ നശിപ്പിക്കുവാനായിട്ട് അയച്ചതായിരിക്കുന്ന ആയുധം അവന്റെ വീട്ടിലേക്ക് തന്നെ ദൈവം തിരിച്ചയക്കും. നിനക്ക് എന്ത് സംഭവിക്കണമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ശത്രു അദൃശ്യമായി ജീവിതത്തിൽ പ്രവർത്തിച്ചതെങ്കിൽ അതേ ആയുധം തിരിച്ചയച്ച് നിനക്ക് ഭവിക്കേണ്ടതായിരിക്കുന്ന ആ അനുഭവം അവന്റെ വീട്ടിൽ ഉണ്ടാക്കുന്ന ദൈവമാണ്. എനിക്കത് അനുഭവമുണ്ട് കേട്ടോ, എനിക്ക് അനുഭവമുണ്ട്. ഞാനത് വിശദീകരിക്കാൻ സമയമെടുക്കുന്നില്ല. എന്നെ കൊന്നുകളയുവാനായിട്ട് പണിതായിരിക്കുന്ന മാന്ത്രിക ശക്തി എവിടെ നിന്ന് അയച്ചു അവിടെ തിരിച്ചു എന്ന് ആ കുടുംബത്തെ നാനാവിധമാക്കി കളഞ്ഞ അനുഭവം എനിക്ക് പറയാനുണ്ട്.